നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി മുതൽ നിലവിൽ ആരാണ് നമ്മുടെ രാഷ്ട്രപതി എന്നുവരെയുള്ള ആ ഒരു പട്ടികയില്ലേ, നമ്മുടെ രാഷ്ട്രപതിമാരും അവരുടെ കാലഘട്ടവും, അതാണ് നമ്മൾ നോക്കുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും 10th ലെവൽ മുതൽ ഗ്രാജുവേറ്റ് ലെവൽ വരെയുള്ള ഏതൊരു മത്സര പരീക്ഷയിലും പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും നമുക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയേറെ പ്രാധാന്യത്തോടു കൂടിയിട്ട് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാം. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി? രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. 1950 മുതൽ 62 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് 1950 മുതൽ 62 വരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. 1950 മുതൽ 62 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1950 മുതൽ 62 വരെ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയോ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. 1962 മുതൽ 67 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1962 മുതൽ 67 വരെയായിരുന്നു. ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ് 1950 മുതൽ 62 വരെ. രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് 62 മുതൽ 67 വരെ. മൂന്നാമത്തെ രാഷ്ട്രപതി ആരാണ്? മൂന്നാമത്തെ രാഷ്ട്രപതി സക്കീർ ഹുസൈനാണ്. അദ്ദേഹം 1967 മുതൽ 69 വരെ. സക്കീർ ഹുസൈൻ 1967 മുതൽ 69 വരെയാണ്. വി വി ഗിരിയോ? വി വി ഗിരി 1969 മുതൽ 74 വരെയാണ്. ഇതിനിടയിൽ കെയർ ടേക്കറായിട്ട് വന്നിട്ടുള്ള വ്യക്തികളെ പറ്റിയിട്ടൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ വി വി ഗിരി 1969 മുതൽ 74 വരെ. രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം 1950 മുതൽ 62 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 മുതൽ 67 വരെ. സക്കീർ ഹുസൈൻ 1967 മുതൽ 69 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. വി വി ഗിരി 1969 മുതൽ 74 വരെ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹം 1974 മുതൽ 77 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. നീലം സഞ്ജീവ റെഡ്ഡി അദ്ദേഹം 1977 മുതൽ 82 വരെയാണ്. നീലം സഞ്ജീവ റെഡ്ഡി 1977 മുതൽ 82 വരെയാണ്. ഗ്യാനി സെയിൽ സിംഗ് അദ്ദേഹം 82 മുതൽ 87 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ഗ്യാനി സെയിൽ സിംഗ് 1982 മുതൽ 87 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. ആർ വെങ്കട്ടരാമനോ? അദ്ദേഹം 87 മുതൽ 92 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. ആർ വെങ്കട്ടരാമൻ 87 മുതൽ 92 വരെയാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത്. അപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 മുതൽ 62 വരെ. 62 മുതൽ 67 വരെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 67 മുതൽ 69 വരെ സക്കീർ ഹുസൈൻ. 69 മുതൽ 74 വരെ വി വി ഗിരി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് 74 മുതൽ 77 വരെയാണ്. നീലം സഞ്ജീവ റെഡ്ഡി 77 മുതൽ 82 വരെയാണ്. ഗ്യാനി സെയിൽ സിംഗ് 82 മുതൽ 87 വരെയാണ്. ആർ വെങ്കട്ടരാമൻ 87 മുതൽ 92 വരെയാണ്. 92 മുതൽ 97 വരെ ശങ്കർ ദയാൽ ശർമ്മയാണ് ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത്. 92 മുതൽ 97 വരെ ശങ്കർ ദയാൽ ശർമ്മ. കെ ആർ നാരായണനാണ് 97 മുതൽ 2002 വരെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത്. കെ ആർ നാരായണനാണ്.
ഡോക്ടർ APJ അബ്ദുൽ കലാം. അബ്ദുൽ കലാം സാർ 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സേവനമനുഷ്ഠിച്ചു. APJ അബ്ദുൽ കലാം സാർ 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്നു. പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് വനിതാ രാഷ്ട്രപതി ആരാണ്? വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ്. 2007 മുതൽ 2012 വരെ ആയിരുന്നു സേവനമനുഷ്ഠിച്ചത്. പ്രതിഭ പാട്ടീൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത് 2007 മുതൽ 2012 വരെയാണ്. പ്രണബ് മുഖർജി അദ്ദേഹം 2012 മുതൽ 2017 വരെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. പ്രണബ് മുഖർജി 2012 മുതൽ 2017 വരെ. രാംനാഥ് കോവിന്ദ് അദ്ദേഹം 2017 മുതൽ 2022 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സേവനമനുഷ്ഠിച്ചു. രാംനാഥ് കോവിന്ദ് 2017 മുതൽ 2022 വരെ. നമ്മുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? നിലവിലെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ് 2022 മുതൽ നമ്മുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് ദ്രൗപദി മുർമു ആണ്. അപ്പോൾ 1992 മുതൽ 97 വരെ ശങ്കർ ദയാൽ ശർമ്മ, 97 മുതൽ 2002 വരെ KR നാരായണനാണ്, 2002 മുതൽ 2007 വരെ APJ അബ്ദുൽ കലാം, 2007 മുതൽ 2012 വരെ പ്രതിഭ പാട്ടീലാണ്, 2012 മുതൽ 2017 വരെ പ്രണബ് മുഖർജിയാണ്, 2017 മുതൽ 2022 വരെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു. 2022 മുതൽ നിലവിൽ നമ്മുടെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു ആണ് നിലവിൽ ഇന്ത്യൻ പ്രസിഡന്റ്. നമ്മുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ഈ വിവരങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം. ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹം 1950 മുതൽ 62 വരെയാണ് സേവനമനുഷ്ഠിച്ചത്. നിലവിലെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. 2022 മുതലാണ് ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയായിട്ട് സേവനം ആരംഭിച്ചത്. രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അദ്ദേഹം 1962 മുതൽ 67 വരെ ആയിരുന്നു. സക്കീർ ഹുസൈൻ 67 മുതൽ 69 വരെയാണ് അദ്ദേഹം രാഷ്ട്രപതിയായിട്ട് സേവനമനുഷ്ഠിച്ചത്. VV ഗിരി 1969 മുതൽ 74 വരെയാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹം 1974 മുതൽ 77 വരെ നമ്മുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു. നീലം സഞ്ജീവ റെഡ്ഡി അദ്ദേഹം 77 മുതൽ 82 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിച്ചു. ഗ്യാനി സെയിൽ സിംഗ് 1982 മുതൽ 87 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി പ്രവർത്തിച്ചു. R വെങ്കട്ടരാമൻ 87 മുതൽ 92 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചു. ശങ്കർ ദയാൽ ശർമ്മ 1992 മുതൽ 97 വരെയാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചത്. KR നാരായണൻ 97 മുതൽ 2002 വരെയാണ്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, മലയാളിയായിട്ടുള്ള ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് KR നാരായണനാണ്. ഒരു മലയാളി ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയത് ആദ്യമായിട്ട് KR നാരായണനാണ്. അദ്ദേഹമാണ് ഇതുവരെയുള്ള പ്രസിഡന്റ്മാരിൽ മലയാളിയായിട്ടുള്ള ഏക പ്രസിഡന്റും KR നാരായണനാണ്. അതിനുശേഷം 2002 മുതൽ 2007 വരെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാറാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷം 2007 മുതൽ 2012 വരെ പ്രതിഭ പാട്ടീലാണ്. 2012 മുതൽ 2017 വരെ പ്രണബ് മുഖർജിയാണ്. 2017 മുതൽ 2022 വരെ രാംനാഥ് കോവിന്ദാണ്. 2022 നിലവിലാരാണ്? ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. ദ്രൗപദി മുർമുവിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദത്തിലെത്തിയ ആദ്യ വനിത ആരാണ്? ദ്രൗപദി മുർമു ആണ്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തിയ ആദ്യത്തെ വനിതയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ശ്രദ്ധിച്ച് ആവർത്തിച്ച് കേൾക്കുക, കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്മാർ ആരൊക്കെയാണ് എന്നുള്ളത്. ആദ്യത്തെ പ്രസിഡന്റ് മുതൽ നിലവിൽ ആരാണ് പ്രസിഡന്റ് എന്നുള്ളത് വരെ.